കോൺഗ്രസ് വാരിയർ ആയ ശേഷം സന്ദീപ് വാര്യർ റോഡ് ഷോയ്ക്ക് വരുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ആ റോഡ് ഷോ തുടങ്ങാൻ പോകുന്നു. പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് വോട്ട് തേടുകയാണ് ഈ റോഡ് ഷോയിലൂടെ. അതിനൊപ്പം സന്ദീപ് വാര്യരും ചേരുന്നു എന്നതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനം വരെയാണ് റാലി. അലമീനും അഷ്കർ അലിയുമാണ് ഈ റാലിക്ക് പോയിരിക്കുന്നത്. അലമീൻ, അഷ്കർ അലി, സന്ദീപ് വാര്യരാണ് ഇന്നത്തെ ഹൈലൈറ്റ്. സ്ഥാനാർത്ഥിയെക്കാളും നിറഞ്ഞു നിൽക്കുന്നത് റാലിയിൽ സന്ദീപാണോ? UDYFന്റെ റാലിയിൽ ഇപ്പോൾ സന്ദീപ് വാര്യരെ നമുക്ക് കാണാം. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ആ ഫ്രെയിമിന്റെ ഒരു കുലുക്കമൊന്ന് നിയന്ത്രിക്കേണ്ടതാണ്. അബിൻ വർക്കയെ നമുക്ക് കാണാം. കോൺഗ്രസിൽ ചേർന്ന ശേഷമുള്ള ആദ്യത്തെ പൊതുപരിപാടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് അലമീനെയും അഷ്കർ അലിയെയും കണക്ട് ആയതിനു ശേഷം അതിലേക്ക് എത്താം. അലമീൻ, അലമീനും അഷ്കർ അലിയുമാണ് പ്രതികരിക്കേണ്ടത്. രണ്ടുപേരിൽ ഒരാളെ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അലമീൻ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. UDYFന്റെ റോഡ് ഷോ ആരംഭിക്കാൻ പോകുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് ചോദിച്ച സന്ദീപ് വാര്യർ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ പോകുകയാണ്. സന്ദീപ്, എങ്ങനെയുണ്ട് ഈ വേദിയിലേക്ക് വരുമ്പോൾ എന്താ തോന്നുന്നു? വലിയ സന്തോഷം. അബിനും ഫിറോസും രാഹുലും ഷാഫിക്കയും എല്ലാവരും ചേർന്ന ഉജ്ജ്വലമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിന്റെ ഭാഗമാൻ സാധിച്ചതിൽ ഒരു എന്താ പറയുക, ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഭാഗമാവാൻ സാധിച്ചതിലുള്ള വലിയ സന്തോഷം. ചാനൽ ചർച്ചകളിൽ രാഹുൽ മാങ്കൂട്ടത്തിലും സന്ദീപ് വാര്യരൊക്കെ പരസ്പരം ചെളിവാരി എറിയുകയും പരസ്പരം ആരോപണ പ്രത്യാരോപണം, ആരോഗ്യകരമായ ഡിസ്കഷൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിലപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. ജനാധിപത്യപരമായ സംവാദങ്ങളാണ് ഞങ്ങൾ പങ്കെടുത്തുള്ളത്. പക്ഷേ ഇനി ഞാൻ പങ്കെടുക്കുന്നത് കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും ശക്തിപ്പെടുത്താനുള്ള സംവാദങ്ങളായിരിക്കും. അത് യഥാർത്ഥത്തിൽ രാജ്യത്തെ ക്രിമിനൽ നിയമ നടപടിപ്രകാരം കേസെടുക്കാൻ സാധ്യതയുള്ള ഒരു പ്രയോഗമാണ്. ഒരാളും ചെയ്യാൻ പാടില്ലാത്ത പ്രയോഗമാണ്. രാഹുൽ പ്രചരണം ആരംഭിക്കുകയാണ്. തുറന്ന വാഹനത്തിൽ പ്രവർത്തകർ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തകർ അഭിസംബോധന ചെയ്തുകൊണ്ട്. ശരി അല്ലമീൻ, ഞാനൊന്ന് അഷ്കർ അലിയിലേക്ക് കൂടി പോവുകയാണ്. അഷ്കർ അലി, ഇപ്പോൾ നമ്മൾ സന്ദീപ് വാര്യരെ കണ്ടു കഴിഞ്ഞു. സ്ഥാനാർത്ഥി എവിടെ? അതോ ഇന്ന് സ്ഥാനാർത്ഥിയേക്കാൾ ഈ റാലിയിൽ പ്രാമുഖ്യം സന്ദീപിന് കൊടുക്കാനാണോ UDYF തീരുമാനിച്ചിരിക്കുന്നത്? സുജയ, റാലി ആരംഭിക്കാൻ പോകുന്നതുള്ളൂ. ഈ കാണുന്ന വാഹനത്തിലാണ് സ്ഥാനാർത്ഥി എത്തേണ്ടത്. പക്ഷേ സ്ഥാനാർത്ഥി എത്തിയിട്ടില്ല. അല്പസമയത്തിനും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ്, വരുന്ന വഴിയിലാണ് എന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. പക്ഷേ സ്ഥാനാർത്ഥി എത്തും മുമ്പ്, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ എത്തും മുമ്പ് തന്നെ വിക്ടോറിയ കോളേജിന് സമീപം പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത്രയേറെ പ്രവർത്തകർ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. എന്തായാലും മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന്, പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്കൊക്കെ ജില്ലയുടെ പലയിടങ്ങളിൽ നിന്നായി നൂറുകണക്കിന് പ്രവർത്തകർ ഈ റാലിയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു ശക്തി പ്രകടനം നടത്തുക എന്നുള്ളത് തന്നെയാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. UDFന്റെ യൂത്ത് വിഭാഗങ്ങൾ, യൂത്ത് ലീഗ്, കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ലീഗിന്റെയും അടക്കമുള്ള UDFന്റെ യൂത്ത് വിഭാഗമായ UDYFന്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനം വരെയുള്ള കരുത്തുറ്റ ഒരു ശക്തി പ്രകടനം നടത്താൻ പോകുന്നത്. പക്ഷേ ആ പ്രകടന വേദിയിലേക്ക് ആദ്യം എത്തിയത് സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യർ എത്തിയപ്പോൾ തന്നെ വലിയ ആവേശമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആർപ്പ് വിളികളോടെ, കൂക്ക് വിളികളോടെ തന്നെ സന്ദീപ് വാര്യരെ പിന്നീട് ആളുകൾ ചുമരിലേറ്റ് കൊണ്ടുപോവുകയാണെന്ന് പറയേണ്ടി വരും. അത്രയേറെ ആവേശത്തോടെ സന്ദീപ് വാര്യരെ പിന്നീട് ഒരു ഓപ്പൺ ജീപ്പിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും സ്ഥാനാർത്ഥി എത്തും മുമ്പ് തന്നെ സന്ദീപ് വാര്യർക്ക് വലിയൊരു ആവേശത്തോടെയുള്ള ഒരു സ്വീകരണം ലഭിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. BJP പാളയത്തിൽ ഇത്രയും കാലം UDFനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന, UDF നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്ന ആളാണ് സന്ദീപ് വാര്യർ. പക്ഷേ ആ സന്ദീപ് വാര്യർ ഇന്നിപ്പോൾ ആദ്യമായി UDFന്റെ വേദിയിൽ UDFന്റെ നേതാവായി കൊണ്ട് അവരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരമൊരു രാഷ്ട്രീയത്തിന്റെ മാറ്റം ഇവിടെ ഉണ്ടായിരിക്കുന്നു. പക്ഷേ അതിനെ വലിയ തോതിൽ പ്രവർത്തകർ ഏറ്റെടുത്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അത്രയേറെ ആവേശത്തോടെയുള്ള സ്വീകരണമായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഇപ്പോൾ